അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അതുകൊണ്ട് ജാമ്യത്തെ എതിർക്കുന്നു എന്ന തരത്തിൽ മാത്രമാണ്. അതൊരു തരത്തിലും തിരിച്ചടിയാക്കാൻ പോകുന്നില്ല. ഒരു അനുകൂലമായ തീരുമാനം തന്നെ കോടതിയിൽ നിന്നുണ്ടാകുമെന്നാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. PR അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, ഈ കോടതിയിൽ പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് വ്യക്തത വരുന്നത്? ഇതെന്തായാലും ഷോൺ ജോർജ് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഒരു സിംഗിൾ ലൈനിൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു, ജാമ്യാപേക്ഷ എതിർത്തു എന്ന് മാത്രമാണ് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായ രീതിയിൽ സെഷൻസ് കോടതിയിൽ വിധി പകർപ്പ് നോക്കിയാലും ഒരു സിംഗിൾ ലൈൻ എതിർപ്പ് മാത്രമാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ മറ്റു കാര്യങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല, ക്ഷമിക്കണം, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല അടക്കമുള്ള വാദങ്ങൾ കൃത്യമായി അഭിഭാഷകർ ഉയർത്തിയപ്പോൾ അതിനെയൊന്നും പ്രോസിക്യൂഷൻ ഒരു തരത്തിലും എതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ജാമ്യം കിട്ടും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഒരു സിംഗിൾ ലൈൻ എതിർപ്പ്, ഒരു സാധാരണ ഒരു കേസ് നടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരിക്കലും പ്രോസിക്യൂഷന് പൂർണ്ണമായും ഒരു കേസിനെ അനുകൂലിക്കാൻ സാധിക്കില്ല. ആ ഒരു നടപടി മാത്രമാണ് പ്രോസിക്യൂഷൻ ഇന്നും ഈ NIA കോടതിയിൽ എടുത്തതെന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷ കൂടി ഷോൺ ജോർജ് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പ് ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ എതിർപ്പ് NIA കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. സെഷൻസ് കോടതിയിൽ സ്വീകരിച്ച നിലപാട് തന്നെ ഒരു സിംഗിൾ ലൈൻ എതിർപ്പ് തന്നെ NIA കോടതിയിലും സമാന രീതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ജാമ്യാപേക്ഷയിൽ ഒരു ശക്തമായ ഒരു എതിർപ്പ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു സിംഗിൾ ലൈൻ, ഒരു വൺ ലൈൻ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം, അതുകൊണ്ട് ജാമ്യം നൽകാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നാളെയാണ് NIA കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ വിധി വരിക. കഴിഞ്ഞ 8 ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ കഴിയുകയാണ് കന്യാസ്ത്രീകൾ. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ളത്. ആദ്യം സെഷൻസ് കോടതിയിൽ ഇരുവരും ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അവിടെ ശക്തമായ എതിർപ്പായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ജാമ്യം നൽകാൻ പാടില്ല എന്നായിരുന്നു അറിയിച്ചത്. അതിന് പിന്നാലെയാണ് കോടതി ഇത് NIA കോടതിയിലേക്കാണ് പോകേണ്ടത് ജാമ്യാപേക്ഷ എന്ന് പറഞ്ഞത്. അതിന് ശേഷമാണ് ഇന്നിപ്പോൾ NIA കോടതിയിൽ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ നൽകുകയും ജാമ്യാപേക്ഷയിൽ വിശദമായ ഒരു വാദം കേൾക്കൽ തന്നെയാണ് കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നാളെയാണ് ഇനി വിധി വരിക. ഒരു അനുകൂല തീരുമാനം NIA കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും കരുതുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ UDF MPമാരും അതുപോലെ തന്നെ ഇടത് MPമാരും എല്ലാവരും ഛത്തീസ്ഗഡിലുണ്ട്. അവിടെ കന്യാസ്ത്രീകളെ രാവിലെ UDF MPമാർ അവിടെ ജയിലിലെത്തി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, ഇനിയിപ്പോൾ നാളെ കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനമല്ല ഉണ്ടാകുന്നത് എങ്കിൽ ഉടൻ തന്നെ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണോ തീരുമാനം? നാളെ NIA കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. പക്ഷേ ഒരു പ്രതികൂല വിധിയാണ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിലോ അതുപോലെ തന്നെ സെഷൻസ് കോടതിയിലോ എത്തുവാൻ തന്നെയായിരിക്കും ഇത്തരത്തിൽ കന്യാസ്ത്രീകളുടെ ഒപ്പമുള്ള അവരുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ സഭാ നേതൃത്വവും ഒരു ആലോചന നടക്കുക. കാരണം ഹൈക്കോടതിയെ സമീപിക്കണമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ കൂടിയാലോചനകൾ നടന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അടക്കം ഒരു നിർദ്ദേശം, കാരണം ഇത്തരത്തിൽ പ്രോസിക്യൂഷനൊരു എതിർപ്പ് അറിയിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി തന്നെയാണ് NIA കോടതിയെ സമീപിക്കുവാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 11 മണിക്ക് NIA കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. എന്തായാലും ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെയാണ് ഈ കേസ് ഡയറി NIA കോടതി ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട വാദം കേട്ടതിനു ശേഷം ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ ഒരു അന്തിമ ഉത്തരവിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തത്. നാളെ എപ്പോഴായിരിക്കും? ഒരുപക്ഷെ 11 മണിയോടുകൂടി തന്നെ ഈ കേസ് ആദ്യം പരിഗണിക്കുക. കാരണം അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം. അതുകൊണ്ട് തന്നെ രാവിലെ 11 മണിക്ക് തന്നെ ഒരുപക്ഷെ ജാമ്യാപേക്ഷയിൽ ഒരു ഉത്തരവ് ഉണ്ടായേക്കാം. അനുകൂല വിധിയാണെങ്കിൽ നാളെ തന്നെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. പക്ഷേ പ്രതികൂലമായിട്ടാണ് വിധിയെങ്കിൽ അവരുടെ ജയിൽവാസം നീളും. മറ്റ് ഹർജികളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം നാളെ NIA കോടതി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഹൈക്കോടതി അതുപോലെ തന്നെ മറ്റ് കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ അടക്കം ഒരു ജാമ്യാപേക്ഷയുമായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച മാത്രമായിരിക്കും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ജാമ്യം ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യം നീളുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ഷോൺ ജോർജ് അടക്കം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. കാരണം നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ കോടതിയിൽ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചിരുന്നു. അക്കാര്യങ്ങളെല്ലാം ഉയർത്തിയപ്പോൾ ഇത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ എതിർപ്പും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു സിംഗിൾ ലൈനിൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തിരുന്നു. കാരണം ഏത് കേസായാലും പ്രോസിക്യൂഷന് പൂർണ്ണമായും അതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഷോൺ ജോർജ് അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നാളെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുക. കാരണം കന്യാസ്ത്രീകളുടെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ശക്തമായ വാദങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇത്തരത്തിൽ നിർബന്ധിത പരിവർത്തനം നടന്നിട്ടില്ല, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല. ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ
ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്തവരാണെന്ന കാര്യം ഒന്നും തെളിയിക്കാൻ സാധിച്ചില്ല. കാരണം അവർക്ക് പ്രായപൂർത്തിയായി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കന്യാസ്ത്രീകളുടെ കുടുംബവും അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും. ദിവ്യ.